തപ്പി നോക്കണം, നമ്മുടെ അടുത്തിരിക്കുന്ന ആളെ കണ്ടേ അതുപോലെ ഇരുട്ടായിരുന്നു. ഉണ്ടായിരുന്നു. ഒരു 2 മണി വരെ ആന ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വാസന കിട്ടിയിട്ടാന്ന് തോന്നണം ആന ചുറ്റുപുറം ഉണ്ടായിരുന്നു. ഇല്ല, ഉപദ്രവിക്കാൻ ശ്രമിച്ചില്ല. ഉച്ചയായപ്പോൾ പോയതാ. വഴിതെറ്റി പോയി ഞങ്ങൾ നടന്ന് ഈ കല്ലിന്റെ ചോട്ട് ചെന്നപ്പോഴേക്കും മണി 6 ആവാൻ പോവാ. പിന്നെ ഇരുട്ടല്ലേ. പോവാ വനത്തിലേക്ക് പോയി ഞങ്ങള്. പ്ലാന്റേഷൻ കവിഞ്ഞു പോയി. ഇപ്പം നടക്കാൻ ഇച്ചിരി വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി ഭയങ്കര വേർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് ഈ ഷുഗർ താണതിൻ്റെ ഒരു ഇതായിരുന്നു. ഞങ്ങളുടെ കയ്യിൽ കരുതലൊന്നും ഇല്ലായിരുന്നു. പെട്ടെന്ന് വരാൻ വേണ്ടി പോയതല്ലേ. അങ്ങനെ ഒരു കരുതലോട് കൂടിയല്ല പോയത്. പിന്നെ ഇടയ്ക്ക് ഞങ്ങളുടെ അടുത്തേക്ക് ആന ഓടി വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു വലിയ മരമായിരുന്നു. ആ മരത്തിന് മറിഞ്ഞ് ഞങ്ങൾ 3 പേരും മിണ്ടരുന്ന് ഞാൻ ഇങ്ങനെ കൈകൊണ്ട് കാണിച്ചു. മിണ്ടരുന്ന്. എന്നിട്ട് ആന പോയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോന്നെ. അവർക്ക് അത് ഞങ്ങൾ 3 പേരും ഇച്ചിരി പേടിച്ചു കേട്ടോ. ഉള്ളത് പറയണല്ലോ. അന്നേരം ഒന്നും നടങ്ങി. അല്ലാതെ പിന്നെ കാര്യമായിട്ട് പേടിച്ചില്ല. അങ്ങനെ ഇനി ഇപ്പൊ വീട്ടിൽ എന്താ പ്രതികരണം ഒന്നും അറിയില്ലല്ലോ. ആരൊക്കെ എന്തൊക്കെയാ ഒന്നും അറിയില്ലല്ലോ. നാട്ടുകാർ മൊത്തം അങ്ങനെ ഒരു പ്രയാസങ്ങളൊക്കെ ഉണ്ടായി. ആശ്വാസമായി. വെള്ളം കുടിക്കാൻ കിട്ടിയില്ല. പിന്നെ ഭക്ഷണമൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമുക്ക് തുണികളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ ഒരു ചെറിയ തോർത്ത് മാത്രം. നല്ല തണുപ്പും. പിന്നെ തണുപ്പായാലും ഞങ്ങൾ അതിനെ വകവച്ചില്ല. ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെടണമല്ലോ, എങ്ങനെയെങ്കിലും വീടെത്തണമല്ലോ എന്നുള്ള ഒറ്റ ചിന്തയാണ്. പിന്നെ വീട്ടിലിരിക്കുന്നവർക്ക് എന്തായിരിക്കും വിഷമം പ്രയാസം, അവരിനി നോലി ഉണ്ടാക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിംഗ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.